അപ്പോൾ ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ വളരെ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ കോർ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്നത് ജസ്റ്റിസ് ആണ്. പലിശ ഹറാമാക്കി എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യല്ല. ആദ്യം സൊല്യൂഷൻ പറഞ്ഞിട്ട് അതിന് ശേഷമാണ് അള്ളാഹു താല എന്ത് ചെയ്യുന്നത്, പ്രൊഹിബിഷൻ പറയുന്നത്. കച്ചവടം അള്ളാഹു താല അനുവദനീയമാക്കിയിട്ടുണ്ട്. പലിശ അള്ളാഹുവിനോട് ശിക്ഷ ഇല്ലാന്ന് വെച്ചാൽ ഇതൊരു കടമിടപാടാണ്. അതിലിങ്ങനെ ഒരു സംഗതി ആഡ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഇസ്ലാമിക് ടീച്ചിങ്സിനോട് എതിരാകും എന്നുള്ളത് കൊണ്ട് പേര് പലപ്പോഴും വെല്ലുവിളിയാകുന്നുണ്ട്. ഇപ്പോൾ പല കൺട്രീസുകളിലും, തുർക്കി പോലെയുള്ള കൺട്രീസുകളിൽ, അതുപോലെ ഇപ്പോൾ UK പോലെയുള്ള കൺട്രീസുകളൊന്നും ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് പറയാറില്ല. പലപ്പോഴും എത്തിക്കൽ ഫൈനാൻസ് എന്നാണ് അവർ എന്ത് ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്. അസ്സലാമു അലൈക്കും. നമ്മളോടൊപ്പം ഇന്നുള്ളത് ബഹുമാനപ്പെട്ട സായിലുർ റഹ്മാൻ വാഫിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഇസ്ലാമിക് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു മേഖലയാണ്. അദ്ദേഹം പഠിച്ചത് മലേഷ്യയിലെ ഇസ്ലാമിക് ഫൈനാൻസിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഇൻസിഫ് യൂണിവേഴ്സിറ്റി വെച്ചാണ്. നിലവിൽ അദ്ദേഹം കാളികാവ് വാഫി ക്യാമ്പസിൽ ഇസ്ലാമിക് ഫൈനാൻസിങ് മേഖലയിൽ അധ്യാപകനായി വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഉസ്താദിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലൊന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഉസ്താദിൻ്റെ പേരിൻ്റെ ഒപ്പം തന്നെ ടാഗ് ലൈൻ പോലെ ചേർത്ത് വെച്ചിട്ടുള്ളത് സഹലുർ റഹ്മാൻ വാഫി CSA എന്നാണ്. അപ്പോൾ നമുക്ക് നിലവിൽ കേട്ട് പരിചയമുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ CA, CMA അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളൂ. അപ്പോൾ ഈ CSA എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലത്തുള്ള എന്തെങ്കിലും CA പോലുള്ള അല്ലെങ്കിൽ CMA പോലുള്ള എന്തെങ്കിലും കോഴ്സാണോ? ഓക്കെ, CSA എന്ന് പറയുന്നത് സർട്ടിഫൈഡ് ശരിയ അഡ്വൈസർ ആൻഡ് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. ഈ സർട്ടിഫിക്കേഷന് ഇഷ്യൂ ചെയ്യുന്നത് ബഹ്റൈനിലെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായ IOFI എന്നുള്ളതാണ്. IOFI എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ അവർക്ക് ആവശ്യമുള്ള ശരിയ സ്റ്റാൻഡേർഡുകൾ, അതുപോലെ തന്നെ ശരിയ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡുകൾ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇഷ്യൂ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കേഷനാണ് CSAA എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫൈഡ് ശരിയ അഡ്വൈസർ ആൻഡ് ഓഡിറ്റർ എന്നുള്ളത്. അത് അവരെന്തിന് ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇസ്ലാമിക് ബാങ്കുകൾ. ആ ഇസ്ലാമിക് ബാങ്കുകളിൽ അതുപോലെയുള്ള ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ശരിയ ഓഡിറ്റിങ് അല്ലെങ്കിൽ ശരിയ റിവ്യൂ, ശരിയ അഡ്വൈസിങ് നടത്തുന്നതിനുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് സർട്ടിഫൈഡ് ശരിയ അഡ്വൈസർ ആൻഡ് ഓഡിറ്റർ. അപ്പോൾ IOFI വേറെയും ഒരുപാട് സർട്ടിഫിക്കേഷനുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വേറൊരു സർട്ടിഫിക്കേഷനാണ് CIPA എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫൈഡ് ഇസ്ലാമിക് പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ് അതുപോലെയുള്ള ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ കൃത്യമായ മൊഡ്യൂളുകളാക്കിയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സാമിലൂടെയാണ് സർട്ടിഫൈഡ് ശരിയ അഡ്വൈസർ ആൻഡ് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻ IOFI പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമിക് ഫൈനാൻസിങ് മേഖലയെ കുറിച്ചൊന്നും അറിയാത്ത, ഫൈനാൻസിങ്ങും കൂടുതലൊന്നും അറിയാത്തൊരു സാധാരണക്കാരന് നമ്മൾ എന്താണ് ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് ചോദിച്ചാൽ ഏത് രീതിയിൽ അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഇസ്ലാമിക് ഫൈനാൻസ് എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം നമ്മളിന്ന് കണ്ടംപററി ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഇസ്ലാമിക് ഫൈനാൻസ് ഡിഫറെൻ്റ് ആകുന്നത്? അത് പലപ്പോഴും നമ്മളോടൊക്കെ പേഴ്സണലി വാട്സപ്പിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഫൈനാൻസ് എന്താണെന്ന് അറിഞ്ഞാൽ ഇസ്ലാമിക് ഫൈനാൻസ് എന്താണെന്നുള്ളതും അറിയാം. കാരണം നമ്മൾ കാണുന്ന ഈ ഒരു ലോകത്ത് നമ്മൾ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ബാങ്കിങ് ആവട്ടെ, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആവട്ടെ, ഇൻഷുറൻസ് ആവട്ടെ, മ്യൂച്വൽ ഫണ്ട്സ് ആവട്ടെ, അതുപോലെ പെൻഷൻ ഫണ്ട്സ് ആവട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രണ്ട് പാർട്സാണ് റിയൽ സെക്ടറും ഫൈനാൻഷ്യൽ സെക്ടറും. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ സെക്ടർ ഇന്ന് കാണുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കൺവെൻഷണൽ ഫൈനാൻഷ്യൽ സെക്ടർ അതിൻ്റെ ഓപ്പറേഷനുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റലുകളിൽ, അതിൻ്റെ വേൾഡ് വ്യൂവിലൊക്കെ ഇസ്ലാമിക് ടീച്ചിങ്സിനോട് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്. നമ്മുടെ മോഡേൺ സ്കോളേഴ്സ്, ഇസ്ലാമിക് എക്കണോമിസ്റ്റുകളൊക്കെ ആ ഏരിയകൾ കണ്ടെത്തുകയും ആ ഏരിയകളിൽ നിന്ന് മോചിതമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ശരിക്കും ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇസ്ലാമിക് ഫൈനാൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ടീച്ചിങ്സ് അല്ലെങ്കിൽ ശരിയ കോർ സെൻറ്റർ ആയിട്ടുള്ള ഒരു ഫൈനാൻസിങ് സിസ്റ്റമാണ് ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളത്. ഇപ്പോൾ ഈ ഇസ്ലാമിക് ഫൈനാൻസിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരാൾക്ക് വരുന്ന ഒരു പ്രധാന സംശയമാണ്, അതിൻ്റെ പേര് പോലെ തന്നെ അത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം ആണോ? ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളത്
മുസ്ലിമുകൾക്ക് മാത്രം ഉള്ളൊരു സംഗതിയല്ല. അതും പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഈവൻ ഇന്ത്യ പോലുള്ള കൺട്രീസുകളിലൊന്നും ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ മുന്നിലുള്ള ഈ ഒരു പേര് തന്നെയാണ്. അപ്പോൾ ശരിക്ക് ആ പേര് വേണമെന്നൊന്നുമില്ല. ഇസ്ലാമിക് ടീച്ചിങ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളത് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് ശരിക്കും വേണ്ടത്. ശരിക്ക് എന്താണ് ഇസ്ലാമിക് ഫൈനാൻസിലുള്ളത്? ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ വളരെ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ കോർ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്നത് ജസ്റ്റിസ് ആണ്. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് എക്കണോമിക്കലി ജസ്റ്റിസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് മുസ്ലിംസിന് മാത്രമല്ലല്ലോ. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം പല ആളുകളും പല രീതിയിലുള്ള ഇടപാടുകൾ നടത്തുന്ന ആളുകളാണ്. കൂടുതൽ ആളുകളും എങ്ങനെയാണ് പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ റിസർച്ചുകളും അതിന് കിട്ടുന്ന ചെറിയ ചെറിയ വഴികൾ, സ്കാമുകളൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അപ്പം അത്തരം അൺസർട്ടനിറ്റികൾ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, പലിശ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ പലിശ പ്രൊഹിബിറ്റഡ് ആണ് ഇസ്ലാമിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇപ്പോൾ 1988 നോബൽ പ്രൈസ് കിട്ടിയ ഒരു മോറിസ് അലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ന് നടക്കുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ ഇൻട്രസ്റ്റിനെ വളരെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻട്രസ്റ്റ് ബേസ് ചെയ്തത് കൊണ്ടാണ് ഇവിടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. ഇൻഈക്വാലിറ്റി ഒക്കെ സമൂഹത്തിൽ ഇങ്ങനെ വളർന്നു വരാനുള്ള ഒരു കാരണം അതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2008 നോബൽ പ്രൈസ് കിട്ടിയ, ഇതൊക്കെ എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ ആളുകളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസമാണ് IMF, വേൾഡ് ബാങ്ക് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അവർ ഈ ഡെവലപ്പിംഗ് കൺട്രീസുകൾക്ക് അവർ ലെൻഡിങ് ചെയ്യുന്നുണ്ട്, അവർ വായ്പകൾ കടം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കടം കൊടുക്കുന്നതിന് അവർ ഈടാക്കുന്ന എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഈ ഡെവലപ്പിംഗ് കൺട്രീസിന് തിരിച്ച് റീപേയ്മെൻറ്റ് നടത്താൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ അവർ പിന്നെ കൂടുതൽ പുവർ ആയിട്ടുള്ള കൺട്രീസ് ആയി മാറുകയാണ് എന്നുള്ള ക്രിറ്റിസിസം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിക് ഫൈനാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഏത്? ഇൻട്രസ്റ്റ് പ്രൊഹിബിറ്റഡ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് പ്രൊഹിബിറ്റഡ് ആണ് എന്ന് പറയുന്നത് മുസ്ലിംസിന് മാത്രം ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകത ഉള്ള ഒരു സംഗതിയല്ല. അപ്പോൾ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക്കിൻ്റെ ടീച്ചിങ്സ് അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് അതിലുള്ളത്. ഇപ്പോൾ ഇത്രയേറെ ഫീച്ചേഴ്സ് ഉള്ള ഒരു സിസ്റ്റം ആയിരിക്കെ തന്നെ ഇതിന്റെ പേരൊരു വെല്ലുവിളിയായി മാറുന്നുണ്ടോ? പേര് പലപ്പോഴും വെല്ലുവിളിയാവുന്നുണ്ട്. ഇപ്പോൾ പല കൺട്രീസുകളിലും, തുർക്കി പോലെയുള്ള കൺട്രീസുകളിൽ, അതുപോലെ ഇപ്പോൾ UK പോലെയുള്ള കൺട്രീസുകളൊന്നും ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് പറയാറില്ല. പലപ്പോഴും എത്തിക്കൽ ഫൈനാൻസ് എന്നാണ് അവർ എന്ത് ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്, സിംഗപ്പൂർ പോലെയുള്ള കൺട്രീസുകളിലൊക്കെ. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ആളുകൾക്ക് ഇതിൻ്റെ ഒരു റൂഹ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പേരുകൾ ഉപയോഗിക്കാം. പലപ്പോഴും പല കൺട്രീസുകളും പല രീതിയിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള ഈ ഇസ്ലാമിക് ഇൻഷുറൻസിന് പകരമായിട്ടുള്ള തക്കാഫുൽ, അതിനവർ കോപ്പറേറ്റീവ് ഇൻഷുറൻസ് എന്നാണ് പറയാറുള്ളത്, കോർപ്പറേറ്റീവ് ഇൻഷുറൻസ് എന്നാണ് പറയാറുള്ളത്. സ്വാഭാവികമായിട്ടും അത്തരം ടേംസുകൾ പലപ്പോഴും പല സാധനങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യാറുണ്ട്, പിന്നോട്ട് വലിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഹലാൽ എന്ന് പറഞ്ഞ ഒരു പേര് സർട്ടിഫിക്കേഷനുള്ള സാധനങ്ങളെ ഒഴിവാക്കേണ്ടതാണ്. ശരിക്കും ഹലാൽ എന്ന സർട്ടിഫിക്കേഷൻ എന്തിനാണുള്ളത്? വളരെ വൃത്തിയിലും നല്ല രീതിയിലൊക്കെ അറക്കപ്പെട്ട സാധനങ്ങൾ എന്നാണ് ഹലാൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ വേറെ എന്തോ രീതിയിൽ അതിനെ എന്ത് ചെയ്തു, മാറ്റി തിരിച്ചു. കാരണം ആ പേര് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രോബ്ലം ആ പേര് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പേരല്ലല്ലോ, നമുക്ക് ആ ഒരു മെക്കാനിസം, ആ സിസ്റ്റമാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ടത്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഇസ്ലാമിക് ഫൈനാൻസ് എന്നുള്ള ഒരു മേഖല നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു കേരളീയ സാഹചര്യത്തിൽ കൂടുതൽ ആൾക്കാരൊക്കെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയാണ്. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ഇതിനൊക്കെ റെഫറൻസ് നോക്കുകയാണെങ്കിൽ വളരെ വിരളമായ റെഫറൻസുകൾ മാത്രമേ യൂട്യൂബിൽ ലഭ്യമായിട്ടുള്ളൂ മലയാളത്തിൽ. ഇനി അതല്ലാത്ത വർക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ മലയാളത്തിൽ വളരെ ചുരുങ്ങിയ റെഫറൻസുകളൊക്കെ ലഭിക്കുന്ന ഒരു മേഖലയാണ്. പിന്നെ നമുക്ക് കൂടുതൽ ആൾക്കാരൊന്നും ഈ കേരള സാഹചര്യത്തിൽ നമുക്ക് പരിചയമില്ല ഈ ഒരു മേഖലയിൽ. അപ്പോൾ ഉസ്താദ് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്, ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരുന്നത്? ശരിക്ക് ഈ ഒരു ചോദ്യം തന്നെയാണ് നമ്മളെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നത്. കാരണം നമുക്ക് പലപ്പോഴും പല ഈ ട്രാൻസാക്ഷനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇടപാടുകളുമായിട്ടൊക്കെ സംശയം ഉണ്ടാകുമ്പോൾ
ചോദിക്കാൻ പറ്റുന്ന നല്ല ഫാക്കൽറ്റികൾ വളരെ അപൂർവമാണ്. ഫാക്കൽറ്റികൾ ഇല്ല എന്നല്ല, ഫാക്കൽറ്റികൾ വളരെ അപൂർവമാണ്. പ്രത്യേകിച്ചും കറണ്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റും ആ സിസ്റ്റവും ഒക്കെ അറിയുന്ന, അതിപ്പോൾ കൂടുതൽ മൈൻഡിൽ പോർട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ വളരെ വിരളമായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ അത് നമ്മുടെ ഒബ്സർവേഷനിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായേക്കാം. ഈ ഒരു ചിന്തയിൽ നിന്ന് തന്നെയാണ് ശരിക്കും നമ്മൾ അതിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ വാഫി പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഫിഖ്ഹുൽ മുആമലാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വാഫിയിലെ ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതിലിപ്പോൾ നമ്മൾ ഹയർ സ്റ്റഡി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഹയർ സ്റ്റഡിക്ക് നമ്മൾ ചെയ്യുക എന്ന് ഒരുപാട് ആലോചിച്ചു. പല ടീച്ചേഴ്സിനോട് നമ്മൾ എൻക്വയറി നടത്തി. അങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ ചോദിച്ച സമയത്ത് ഇസ്ലാമിക് ഫൈനാൻസ് പഠിക്കാൻ പറ്റിയത് എവിടെയാണ് എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് മലേഷ്യ ഇൻസിഫ് എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നത്. അതുവരെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തു ഇസ്ലാമിക് ഫൈനാൻസിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്തൊക്കെ. കാരണം ഇതിനെന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ തിയറി ഭാഗങ്ങൾ നമുക്ക് പറയാൻ എളുപ്പമാണ്. ജസ്റ്റിസ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പ്രൊഹിബിറ്റഡ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ ഫൗണ്ടേഷൻസ് പ്രിൻസിപ്പിളൊക്കെ നമുക്ക് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇസ്ലാമിക് ബാങ്ക്സ്, എന്താണ് ഇസ്ലാമിക് ബാങ്ക്സ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതും കൺവെൻഷണൽ ബാങ്കും തമ്മിൽ എന്താണ് വ്യത്യാസം, അതൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അന്വേഷിച്ചതും അങ്ങനെ മലേഷ്യയിൽ എത്തുന്നതും മലേഷ്യ ഇതിൻ്റെ ഒരു ഹബ്ബായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇസ്ലാമിക് ഫൈനാൻസ് എടുക്കാൻ വരുന്ന ആൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഇൻസിഫ് ആണ് എന്നുള്ള ഒരു ഫ്രണ്ട് നമ്മളോട് ഷെയർ ചെയ്തു. അങ്ങനെ ഞാനത് ഗൂഗിളിൽ നോക്കിയപ്പോൾ അതെനിക്ക് തോന്നി. ഞാൻ അതിൻ്റെ പ്രൊഫസേഴ്സിൻ്റെ ലിസ്റ്റുകൾ നോക്കി. അപ്പോൾ ഒക്കെ നല്ല കാലിബർ ആയിട്ടുള്ള, അക്കാഡമിക്കലി വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള നല്ല പ്രൊഫസേഴ്സാണ്. അപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏത് കൺട്രിയാണ് എന്നുള്ളതിനപ്പുറം നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല ഫാക്കൽറ്റികൾ എവിടെ എന്നുള്ളതാണ്. പരമാവധി ആ യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത സമയത്ത് ഇൻസിഫിൽ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് തവണ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല. രണ്ടാമത് അപ്ലൈ ചെയ്തു, അത് സ്കോളർഷിപ്പ് അപ്രൂവ് ആയിരുന്നില്ല. മൂന്നാമത്തെ അപ്ലൈ ചെയ്ത സമയത്ത് സ്കോളർഷിപ്പിന്റെ ഷോർട്ട് ലിസ്റ്റിൽ പെട്ടു. പിന്നെ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസിഫിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഉസ്താദിന്റെ ഇൻസിഫിലെ ഒരു ജീവിതം? അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിവരിക്കാൻ പറഞ്ഞ ഉസ്താദ് എങ്ങനെ പറയും ഇൻസിഫിലെ ഒരു ജീവിതം? ഇൻസിഫിലെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ സ്ട്രഗ്ലിങ്സ്. ആദ്യമായിട്ടാണോ മാറിയിരിക്കുന്നത് ഇത്ര ദൂരത്തേക്ക്? ഓഫ് കോഴ്സ് ഞാൻ ആദ്യമായിട്ടാണ് മാറിയിരിക്കുന്നത്. കാരണം നമ്മൾ സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാക്സിമം 2 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് ഒക്കെയാണ് മാക്സിമം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അങ്ങനെ മാറിയിരുന്നാൽ നമ്മളെ നാട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു അപരിചിതത്വമൊന്നുമില്ല, നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയാണ്. ഇൻസിഫിൽ ഞാൻ എത്തിപ്പെടുന്നത് സംബന്ധിച്ചിടത്തോളം അവിടെ ഞാൻ മാത്രമേ മലയാളിയായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു മലയാളിയേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ടെൻഷനുള്ള കാര്യമായിരുന്നു. കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനൊന്നും നമ്മുടെ നാട്ടിൽപ്പെട്ട ഒരാളും ഇല്ല എന്ന് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് നല്ലതായിരുന്നു പിന്നീട് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബോധ്യപ്പെട്ടു. കാരണം നമുക്ക് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഫോം ചെയ്യാനും വളരെ ഓപ്പൺ ആയിട്ടുള്ള, നമുക്ക് എന്തിനും കൂടെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലല്ലാത്ത പുറം രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടി എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. അപ്പോൾ ഇൻസിഫിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻസിഫിൻ്റെ സ്കോളർഷിപ്പുകളൊക്കെ പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഇൻസിഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്കോളർഷിപ്പുകളൊക്കെ മാസ്റ്റേഴ്സ് ലെവലിൽ ട്യൂഷൻ ഫീ മാത്രമേ കവർ ചെയ്യുള്ളൂ, സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ആദ്യം അറിയാം. സ്വാഭാവികമായിട്ടും അവിടെ പോയ സമയത്ത് നമുക്കുള്ള ഫൈനാൻഷ്യൽ ബേർഡനുകളൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടിയിരുന്നു, അത് അറിയേണ്ടിയിരുന്നു. സ്വാഭാവികമായും അവിടെ ചെറിയ പാർട്ട് ടൈമുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ക്യാഷറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ PhD സ്റ്റുഡൻസുകളെ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ ഇമാമത്ത് നിന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഡെയിലി ലൈഫുകളാണ് അവിടെ ഉള്ളത്. അതിനൊക്കെ അപ്പുറം ഇൻസിഫ് നൽകുന്ന ഒരു കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, അതുപോലെ അവിടെ ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്. ഒരു ചെറിയ യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും ഇൻസിഫ് എന്ന് പറയുന്നത്. കാണാൻ വലിയ സെറ്റപ്പ് തോന്നുന്ന ഇൻഫ്രാസ്ട്രക്ചറും മറ്റൊക്കെ വളരെ ക്വാളിറ്റി ഉള്ളതാണെങ്കിലും ചെറിയ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഒരുപാട് കൺട്രീസുകളിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഫ്രണ്ട്ലി ഇന്റർനാഷണൽ ഫിഗേഴ്സിനായിട്ട്, ഇന്റർനാഷണൽ ഫ്രണ്ട്സുകളായിട്ട് ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും ടോക്ക് നടത്താനൊക്കെ ഇൻസിഫ് നമ്മെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ബന്ധം ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്
ഇൻസിഫിൽ നമ്മൾ എത്തിപ്പെട്ടതിൻ്റെ ഒരു ഏറ്റവും വലിയ വലിയൊരു സംഗതി. പിന്നെ അവിടെ പോയ സമയത്ത് ഭാഷ ഒരു പ്രശ്നമായിട്ട് ഒരു വെല്ലുവിളിയായിട്ട് നേരിട്ടിട്ടുണ്ടോ? ഭാഷ ശരിക്കും അവിടെ ഇംഗ്ലീഷാണ് ലാംഗ്വേജ്. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പോൾ ഓരോ നാട്ടിലോരോ രീതികൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആൻഷ്യൻ വ്യത്യാസമായിരിക്കും. അതിൽ ഇപ്പോൾ മലേഷ്യൻ രീതി കുറച്ച് സ്പീഡാണ്. അതുപോലെ ചില ആഫ്രിക്കൻ കൺട്രീസിൻ്റെ ഒക്കെ നമുക്ക് പെട്ടെന്ന് കേട്ടാൽ ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരുടെ കൂടെ തന്നെ അല്ലേ, നമുക്കെപ്പോഴും നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ പിന്നെ അവിടെ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ഈ ഇസ്ലാമിക് ഫൈനാൻസിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ആൾമോസ്റ്റ് കുറേ ആളുകൾക്കൊക്കെ അറബിയും സംസാരിക്കാൻ അറിയുമെന്നുള്ളതാണ്. കാരണം ഈ പിന്നെ ആഫ്രിക്കൻ കൺട്രീസുകളിൽ നിന്ന് അറേബ്യൻ കൺട്രീസുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകളുണ്ട്. പിന്നെ കുറേ ആളുകൾക്കൊക്കെ ഈ ഒരു അറബി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് അറബിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. കുറേ പ്രൊഫസേഴ്സിനായിട്ടൊക്കെ നമുക്ക് അറബിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് അറബിക്കൊക്കെ അറിയുന്ന ആളുകൾക്ക് കൂടുതൽ പ്രയോജനമാണ്. അതേസമയം നമ്മളവിടെ 2 വർഷം നിന്നിട്ടും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആയ മലായി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. കാരണം നമുക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ലോക്കൽസിനോടൊക്കെ ഇടപെടുന്ന സമയത്ത് ലോക്കൽസിനായിട്ട് നമുക്ക് ഇടപെടേണ്ട രീതി, നമുക്ക് അതിന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടില്ല പഠിക്കുന്ന സമയത്ത്. അതേസമയം നമ്മളവിടെ ഒരു മുസ്ലിം ജമാഅത്ത് ഉണ്ട്, മലബാർ മുസ്ലിം ജമാഅത്ത് ഉണ്ട്. അത് ഇവിടുത്തെ മലബാരികൾ അവിടെ കുടിയേറി പാർത്ത് അവർ ഫോം ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ അവിടെ കുറച്ച് 2-3 മാസം ഇമാമായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് ലോക്കൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മലായി ഒക്കെ വളരെ സിക്കി പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലായി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. മുമ്പൊക്കെ ഞാനൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് ഞാൻ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് പോകുന്നത്. ഈ കൊറോണ മുമ്പുള്ള കുട്ടികൾക്കൊക്കെ അവിടുത്തെ മലേഷ്യൻ സ്റ്റുഡൻസ് കുട്ടികൾക്കൊക്കെ മലായി ഒരു അറിവുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് മലായി ലാംഗ്വേജ് ക്ലാസ് ഒക്കെ വെച്ചിരുന്നു എന്ന് കേട്ടിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അറബിയും ഇംഗ്ലീഷും അറബിയും ഷുവറായിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം ക്യാമ്പസിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പ്രൊഫസേഴ്സൊക്കെ മലേഷ്യൻ പ്രൊഫസേഴ്സും ഉണ്ട്, ഇന്റർനാഷണൽ പ്രൊഫസേഴ്സും ഉണ്ട്. അവരൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ മൊത്തം. മലായി അറിയുക എന്നുള്ളത് അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയുക എന്നുള്ളത് അവിടുത്തെ ക്രൈറ്റീരിയ അല്ല. ഇംഗ്ലീഷ് അറിയുക എന്നുള്ളതാണ് അവിടുത്തെ ബേസ് ക്രൈറ്റീരിയ. പിന്നെ നമ്മളിപ്പോൾ ഈ ഇസ്ലാമിക് ഫൈനാൻസിലേക്ക് തന്നെ വരുമ്പോൾ ഇസ്ലാമിക് ഫൈനാൻസും പിന്നെ കൺവെൻഷണൽ ഫൈനാൻസും നോക്കുകയാണെങ്കിൽ അതിലൊരു പ്രധാന വ്യത്യാസമായിട്ട് നിൽക്കുന്നത് പലിശ എന്നുള്ള ഒരു ഫാക്ടറാണ്. ഖററും മൈസറൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രധാന വ്യത്യാസമായിട്ട് നിലവിലുള്ളത് പലിശയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി മറ്റൊരാൾക്ക് കടം നൽകുകയാണെങ്കിൽ തിരിച്ചു നൽകുന്ന അവസരത്തിൽ കുറച്ച് പണം അധികം നൽകുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇത് തന്നെയല്ലേ ആധുനിക പലിശൻ്റെ ഒരു കോൺസെപ്റ്റും. അപ്പോൾ ഇസ്ലാം എങ്ങനെയാണ് ഈ പലിശ എന്നുള്ള ഒരു ഫാക്ടറിനെ കാണുന്നത്? ആക്ച്വലി എന്താണ് പലിശ പിന്നെ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് പല ആളുകൾക്കും കൃത്യമായ ധാരണ ഇല്ലാത്തൊരു വിഷയമാണ് എന്താണ് പലിശ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ന് ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. ഈ ബിസിനസ്സുകളൊക്കെ നമ്മുടെ ശരിയായ പ്രൊഹിബിഷനുകളുണ്ട്. ആ പ്രൊഹിബിഷനുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. ശരിക്കും ഇസ്ലാം ഒരിക്കലും നമുക്ക് ഈ ട്രേഡിങ്ങിലോടോ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ എതിർക്കുന്നില്ല. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്. പക്ഷേ ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസുകളുണ്ട്. ആ റൂൾസുകളൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പൊ പലിശ എന്തിനാണ്, അതിന്റെ വിസ്ഡം അല്ലെങ്കിൽ അതിന്റെ ഹിക്മത്ത് സ്കോളേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളിലും മറ്റൊക്കെ എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിലൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ ആളുകളെ ചൂഷണം ചെയ്യുക, എക്സ്പ്ലോയിറ്റേഷൻ, മറ്റു സംഗതികളൊക്കെ വരുന്നത്. അതുപോലെ പിന്നെ ഈ ഖറർ പോലെയുള്ള സംഗതികൾ പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ റാഷണൽ പറയുന്നത് ആളുകൾക്കിടയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ അസിമെട്രിക് ഇൻഫർമേഷൻ, അതായത് കൃത്യമായി 2 പാർട്ടീസിൻ്റെ ഇടയിൽ ഇൻഫർമേഷന് പാസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതൊരു മാർക്കറ്റ് ഫെയിലിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ കറണ്ട് മാർക്കറ്റ് സിസ്റ്റത്തിൽ. അത് ഇസ്ലാമിക്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. ഖറർ എന്ന് പറയുന്ന സംഗതി അൺസർട്ടനിറ്റി. നമ്മൾ ഇടപാട് നടത്തുന്ന സമയത്ത് മാക്സിമം നോളജുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷനുകൾ 2 പാർട്ടിയും എന്ത് ചെയ്യേണ്ടതുണ്ട്, അച്ചീവ് ചെയ്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാകും ഇത്
എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന, ആളുകൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അല്ലാതെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റാത്ത എന്നുള്ള രീതിക്കല്ല അത് ചെയ്തിട്ടുള്ളത്. ഇസ്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ പാർട്ടീസ് തമ്മിൽ അല്ലെങ്കിൽ ബിസിനസ്സസ് തമ്മിലൊക്കെ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഫെയർനെസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഹിബിഷനുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റിനെ യൂസറി എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അറബിയിലാണെങ്കിൽ റിബ അല്ലെങ്കിൽ ഫവായിദ്, അങ്ങനെയൊക്കെ ഒരുപാട് ടേമുകൾ ഉപയോഗിക്കാറുണ്ട്. ശരിക്ക് പിന്നെ എന്താണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ് റിബ? ഖുർആനിൽ വന്നിട്ടുണ്ട് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അത് വളരെ ഫണ്ടമെന്റൽ ആണ്. ഇസ്ലാമിക് ഫൈനാൻസിന്റെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ആയത്താണ് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ഒരിക്കലും അല്ലാഹു തആല പലിശ ഹറാമാക്കി എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യല്ല. ആദ്യം സൊല്യൂഷൻ പറഞ്ഞിട്ട് അതിന് ശേഷമാണ് അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്? പ്രൊഹിബിഷൻ പറയുന്നത്. കച്ചവടം അല്ലാഹു തആല അനുവദനീയമാക്കിയിട്ടുണ്ട്, പലിശ അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ആദ്യം എന്തിലാണ് നമ്മൾ എൻഗേജ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാതെ നമുക്ക് പ്രൊഹിബിറ്റ് ചെയ്തു പിന്നെ നമുക്കൊരു വേ ഇല്ല, ആ രീതിയിലല്ല ഉള്ളത്. അപ്പോൾ കച്ചവടം അല്ലാഹു തആല അനുവദനീയമാക്കി, പലിശ അല്ലാഹു തആല നിഷിദ്ധമാക്കി എന്നുള്ള ആ ഒരു ആയത്തിൽ തന്നെ അത് എന്താണ് റിബ എന്നുള്ളത് അതിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഹദീസുകളിലും മറ്റു അന്നത്തെ അറേബ്യൻ പ്രാക്ടീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. കാരണം അവിടെ റിബ എന്ന് പറയുന്നത് അന്ന് കറന്റ് പ്രാക്ടീസിൽ ഉണ്ടായിരുന്ന ഒരു റിബ സിസ്റ്റമാണ്. അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അന്നത്തെ ആളുകൾ മക്കയിലുള്ള ആളുകളാണ്, മക്കയിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും മക്കയിലുള്ള ഈ ആളുകൾ അവര് ബിസിനസ്മാൻമാരാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസിനസ് ചെയ്തിരുന്ന ആളാണെന്ന് നമുക്കറിയാം. തന്റെ 9-ാം വയസ്സിൽ അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ കച്ചവടത്തിന് പേര് കേട്ട ഒരു നഗരമാണ്. അതെ, കച്ചവടത്തിന് പേര് കേട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഇസ്ലാമിക്കിന്റെ കേരളത്തിലേക്കുള്ള വരലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ മക്കയിലുള്ള വ്യാപാരികൾ ഇവിടെ വന്നു എന്ന് പറയാലോ. അപ്പോൾ ഇസ്ലാമില് കച്ചവടം അല്ലെങ്കിൽ പ്രവാചകര കാലഘട്ടത്തിൽ കച്ചവടം വളരെ വ്യാപകമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് കച്ചവടത്തിലൂടെ ഉള്ള ഒരു നേട്ടമായിരുന്നു. അവര് വല്ലാതെ ഈ പലിശയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. അങ്ങനെ ഇസ്ലാം വന്നതിന് ശേഷം അതെന്ത് ചെയ്യാണ്? പ്രൊഹിബിറ്റ് ചെയ്യാണ്. ശരിക്കും അതിന്റെ തന്നെ വകഭേദങ്ങളാണ് നമ്മൾ ഇന്നും കാണുന്നത്. ഇപ്പൊ പല ആളുകളും പറയാറുണ്ട്, ഇത് ഈ പലിശ എന്ന് പറഞ്ഞത് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ പേയ്മെന്റ് നടത്തുമ്പോഴാണ് വരിക, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലെവലിൽ അതൊന്നും വരില്ല എന്ന് പറയാറുണ്ട്. ശരിക്കും അന്നത്തെ കാലത്തെ മക്കയിലെ ബിസിനസ്മാന്മാര്, അത് ഇന്നത്തെ കാലത്ത് ഒരു കോർപ്പറേറ്റിന് ഈക്വൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അവരാണ് പലിശ വാങ്ങുകയും അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് അവർ പലിശ വാങ്ങിയിരുന്നത്. ഇൻഡിവിജ്വലായിട്ട് പലിശകൾ സ്വീകരിച്ചിരുന്ന ആളുകളും അതിലൂടെ ലാഭം ഉണ്ടാക്കിയിരുന്ന ആളുകളും ഉണ്ട്. സ്വാഭാവികമായിട്ടും എന്തിനാണ് ഈ പ്രൊഹിബിഷൻ വന്നത്? ഈ പ്രൊഹിബിഷന്റെ പിന്നിലുള്ള വിസ്ഡം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പലിശയെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ തിരിച്ചടക്കുന്ന സമയത്ത് കൂടുതൽ കൊടുക്കുക, അതാണോ ശരിക്കും പലിശ? തിരിച്ചടക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യുന്നത് ആണ് പലിശ. പക്ഷേ അത് നമ്മൾ ഇടപാട് നടത്തുന്ന സമയത്ത് കണ്ടീഷൻ വെക്കുകയാണ്. ഇപ്പോൾ കടം വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽ ആകാം, കോർപ്പറേറ്റുകളാവാം, അവരുടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കടം വാങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ആ കടം വാങ്ങുന്നതിന് ഞാൻ പറയാണ്, ഞാൻ നിനക്ക് കടം തരാം, പക്ഷെ നീ എനിക്ക് എന്ത് ചെയ്യണം? തിരിച്ചു തരുമ്പോൾ അധികം തരണം എന്ന് നിബന്ധനയോട് കൂടെ കടം കൊടുക്കുമ്പോഴാണ് റിബൽ ഖർള് വരുന്നത്. അവിടെയാണ് റിബൽ ഖർള് വരുന്നത്. അല്ലാതെ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് വളരെ സ്നേഹപൂർവ്വം ഒരാൾക്ക് എക്സ്ട്രാ കൊടുക്കുന്നതിന് കടം വരുന്നില്ല. വിശുദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ കടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിൽ ഏറ്റവും നല്ലവരായ ആളുകൾ, അഹ്സനുക്കും ഖലാ എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടുതൽ കൊടുക്കുന്ന ആളുകൾ. ശരിക്കും അത് ഇസ്ലാമിന്റെ ഒരു ബ്യൂട്ടിയാണ്. അതായത് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ ബിസിനസ്സിലൂടെ നമുക്ക് നല്ല ലാഭം മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ കടമെടുത്ത പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ചധികം കൊടുക്കുകയാണ്. അത് നല്ലതാണ്. അതേസമയം ഇടപാട് നടത്തുന്ന സമയത്ത് തന്നെ ഞാൻ എനിക്കിത് തരണം എന്നുണ്ടെങ്കിൽ നീ എനിക്ക് പേയ്മെന്റ് തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇടപാട് നടത്തുന്നതെങ്കിൽ അതിനെയാണ് പലിശ എന്ന് പറയുന്നത്. കാരണം അതിലേതുണ്ട്, മറ്റേതില് ഒരു ആളുകൾ പരസ്പരം സ്നേഹത്തോടെ ചെയ്യുന്നതാണ്.
ഇതിലൊരു ചൂഷണം വരുന്നുണ്ട്. ആ പോയിന്റാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ കടം വാങ്ങുന്ന ആൾക്കാർക്ക് മാത്രമേ ഉപകാരം ഉണ്ടാവാൻ പാടുള്ളൂ. അതെ, കടം കൊടുക്കുന്ന ആൾക്കാർ ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ പലിശ വരും. അതെ. റിബൽ ഖർളിനെ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ലിൽ മുഖരിദ് ഫഹുവ റിബ എന്നാണ് നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളിൽ അതുപോലെ തന്നെ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത്. ഈ കടം കൊടുത്ത ആള് അദ്ദേഹത്തിനിക്ക് മോണിറ്ററി ബെനഫിറ്റോ അല്ലെങ്കിൽ നോൺ മോണിറ്ററി ബെനഫിറ്റോ ഒക്കെ സ്റ്റിപ്പുലേറ്റ് ചെയ്യുക. ആ ഒരു ഇടപാടിൽ തന്നെ സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ട് അവന് ലോൺ കൊടുക്കുമ്പോൾ അതിനെന്താവും, പലിശ എന്ന് പറയും. അത് തന്നെയാണല്ലോ ഇപ്പൊ ഇന്ന് നമ്മുടെ കറണ്ട് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ ഉള്ളത്. ഇപ്പോ നമ്മൾ അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് ചിന്തിക്കണം. ഇപ്പൊ ഈ കറണ്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റം നമുക്ക് അറിയാം, അതിന്റെ ഇമ്പാക്റ്റ് എന്താ. ഇപ്പൊ നമ്മൾ GDP പെർ ക്യാപിറ്റ അല്ലെങ്കിൽ ഡെപ്റ്റ് പെർ ക്യാപിറ്റ ഒക്കെ എടുത്തു നോക്കിയാൽ ഇന്ത്യയിലുള്ള ജനിക്കപ്പെടുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം 10,000 കടത്തിലാണ്. എന്തിനാണ്? ഗവൺമെന്റും അതുപോലെ തന്നെ ഇവിടെയുള്ള കോർപ്പറേറ്റുകളൊക്കെ കടമെടുത്തത് കൊണ്ട് തന്നെ അത് റീപേയ്മെന്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. കാരണം അവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും GDP ഉയരുന്നുണ്ട്, ഇവിടുത്തെ ഉള്ള പിന്നെ പ്രൊഡക്ഷനുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രൊഡക്ഷനുകൾ നടക്കുന്നതൊക്കെ ഈ ഡെപ്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കൺട്രിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നോബൽ പ്രൈസ് കിട്ടിയ ആളുകളൊക്കെ കറണ്ട് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് അമർത്യ സെൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അദ്ദേഹം ഈ ഒരു ആസ്പെക്ട്സിൽ നിന്ന് മാറിയിട്ട് സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ സിസ്റ്റം വരേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇസ്ലാം അതന്നെ പറയുന്നത്, അതന്നെയാണ് ഇസ്ലാം പറയുന്നത്. ചുരുക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സാമ്പത്തിക മേഖലക്കുള്ള ഒരു വലിയൊരു ത്രെട്ടാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതെ, ഇൻട്രസ്റ്റ് എന്നുള്ളത്. കാരണം ഡെപ്റ്റ് അക്യുമുലേഷന് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഇന്ന് ഡെവലപ്പിംഗ് കൺട്രീസ് മാത്രമല്ല, ഡെവലപ്ഡ് കൺട്രീസുകളും ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താ, ഈ ഡെപ്റ്റ് അക്യുമുലേഷൻ ആണ്. അവർക്ക് ഈ ഡെപ്റ്റ് IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് പോലെയുള്ള ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അവർക്ക് റീപേയ്മെന്റ് നടത്താനുള്ള ക്യാഷ് അവർക്കില്ല. അവർക്ക് അവരുടെ കൺട്രീസിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷനുകളും മറ്റുമൊക്കെ അവരെന്ത് ചെയ്യാണ്, ഈ ഒരു ഇൻട്രസ്റ്റ് അടക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യാണ്, ഉപയോഗിക്കുകയാണ്. അത് ഇന്നത്തെ സിസ്റ്റത്തിന്റെ പോരായ്മയാണ്. ആ ഒരു സിസ്റ്റം നമ്മൾ മൈക്രോ ലെവലിൽ, അതായത് ഇൻഡിവിജ്വലി നമ്മൾ ഒരാളെ ചൂഷണം ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊരു മാക്രോ ലെവലിലും ഈ ഇൻട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റത്തെ അല്ലെങ്കിൽ റിബയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് വെറും ഒരു നാരോ ലെവലിൽ മാത്രമല്ല, ഓൾ ലെവലിൽ അത് പ്രൊഹിബിറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമാണോ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റം? തീർച്ചയായിട്ടും. അതായത് ഇസ്ലാമിൽ ഇൻട്രസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ് വസതിയത്ത് എന്ന് പറയുന്നത്. വസതിയത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മിഡിൽ പാത്ത്, മോഡറേഷൻ എന്ന് പറയുന്നത് ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡിങ്ങിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജി അല്ലെങ്കിൽ തിയറിയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഇസ്ലാം പ്രോഫിറ്റ് മാക്സിമൈസേഷനെ എതിർക്കുന്നില്ല. അതേസമയം ഖുർആൻ പറഞ്ഞ പോലെ ഹക്കുൽ ലിസ്സാഇലി വൽ മഹ്റൂം, നമുക്ക് കിട്ടുന്ന വെൽത്ത് അത് നമുക്ക് മാത്രമുള്ളതല്ല, അത് അതിൽ ചോദിച്ചു വരുന്ന ആളുകളും അതിൽ നിന്ന് നിഷേധിക്കപ്പെട്ട ആളുകൾക്കൊക്കെ അവകാശപ്പെട്ട ആളുകളാണ്. ഇസ്ലാമിൻ്റെ ഒരു ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ഒരു വേൾഡ് വ്യൂ എന്ന് പറയുന്നത് തന്നെ അള്ളാഹു താല നമ്മളെ ഇതിനെയൊക്കെ കൃത്യമായ രീതിയിൽ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഖലീഫകളായി നിശ്ചയിച്ചു എന്നതാണ്. ഖിലാഫത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇസ്ലാമിക് എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അള്ളാഹുവിൻ്റെ ഖലീഫകളാണ്. നമ്മളിവിടെ ജസ്റ്റിസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനുകൾ, നമ്മുടെ ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനുകൾ ഈക്വൽ ആവണം. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇത് ഒരിക്കലും ചില അഗ്നിയാക്കളുടെ ഇടയിൽ മാത്രം കൂടരുത് എന്നുള്ളത്. ഇന്നതല്ലേ നമ്മൾ കാണുന്നത്, പൈസ നമ്മുടെ ഏറ്റവും ഈ IMFന്റെ തന്നെ റിപ്പോർട്ടുകളൊക്കെ വായിച്ചാൽ നമുക്ക് വളരെ രസം തോന്നും. കാരണം ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വേൾഡ് GDPയുടെ 70% ഇന്ത്യയിലെ 10% ആളുകളുടെ കയ്യിലാണ്. ഞാൻ ഈ അടുത്തൊരു രസകരമായ ഒരു കുറിപ്പുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പണക്കാരുണ്ടാവുന്നത് ഇന്ത്യയിലായിരിക്കും, ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആൾക്കാർ ഉണ്ടാവുന്നത് ഇന്ത്യയിലായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ പുവർ ആയിട്ടുള്ള ആളുകൾ വീണ്ടും താഴെ തട്ടിലാകുന്നു, വീണ്ടും റിച്ച് ആകുന്നു? അതിൻ്റെ ഉദാഹരണമാണിത്. അതായത് കൃത്യമായ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം, അത് സോക്കോൾഡ് മെക്കാനിസം ഒക്കെ ഇന്ന് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ പോവർട്ടി റിഡക്ഷന്,
അതിനുള്ള ഒരുപാട് പിന്നെ പ്രോജക്റ്റുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, SDG ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത് UN ഇഷ്യൂ ചെയ്തിട്ടുള്ള ഗോൾസ് ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതി, ഇപ്പൊ നമ്മൾ ഫലസ്തീൻ്റെ ഒക്കെ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ SDG ഗോൾസിലും അതിന്റെ റാങ്കിങ് ലിസ്റ്റ് ഒക്കെ എല്ലാ വർഷവും ഇടാറുണ്ട്. ഈ ഇസ്രായേലും അമേരിക്കയൊക്കെയാണ് SDG ഗോൾ നേടിയ മുന്നിലുള്ള ആളുകൾ. ആ ഇസ്രായേലും അമേരിക്കയൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഒരു SDG ഗോളും പാലിക്കാത്ത നടന്നു പോകുന്ന രാജ്യമാണ് ഫലസ്തീൻ. അവിടെ 0 ഹംഗറിയാണ്, അവിടെ ആളുകളെ കൊല്ലാണ്. ഈ എല്ലാ പിന്നെ SDG ഗോൾസുകളും വയലേറ്റ് ചെയ്യപ്പെടുന്ന ഏരിയയാണ് ഫലസ്തീൻ. അതിന് ലീഡ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഒരു സോ കോൾഡ് സിസ്റ്റമാണ്. അതിന് വൈറ്റ് വാഷിങ്ങിലൂടെ ഒക്കെ അവർക്ക് റാങ്കിങ് കിട്ടും. പക്ഷെ ഇസ്ലാം അതല്ല. ഇസ്ലാമിന് ഈ പറയുന്ന വെൽത്ത് ഡിസ്ട്രിബ്യൂഷന് കൃത്യമായ മെക്കാനിസങ്ങളുണ്ട്. വഖഫ് ഉണ്ട്, അതുപോലെ സക്കാത്ത് ഉണ്ട്, അതുപോലെ കർളുണ്ട്, സദക്ക ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പൽസറി ആയതും നോൺ കമ്പൽസറി ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റങ്ങളിലൂടെയാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്, ഇത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ അതിനൊക്കെ പരിഹാരം ഉണ്ട് എന്ന് പറയുന്നത്. കാരണം അങ്ങനെയുള്ള പരിഹാരമുള്ള ഒരു സിസ്റ്റമായിട്ട് ഇസ്ലാമിക് എക്കണോമിയെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കോളേഴ്സ്. അത് മുസ്ലിം സ്കോളേഴ്സ് മാത്രമല്ല, വേറെയും ഈ എക്കണോമിസ്റ്റുകളൊക്കെ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, റീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലൊക്കെ നേരത്തെ SDGയുടെ വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞ പോലെ ശരിയ വൈറ്റ് വാഷിംഗ് എന്ത് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്. സോ അതിൽ RBI മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അതിന് പ്രത്യേകം ഒരു കമ്മിറ്റി വെക്കുകയും അവർ അതിനെക്കുറിച്ച് പഠിക്കുകയും അത് പറ്റുമെന്ന് പറഞ്ഞത് പിന്നെ ചില പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇവിടെ ഫീസിബിൾ അല്ല എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് അവസാനം അവരെത്തുകയാണ്. ഇസ്ലാമിക് ബാങ്കിന് മാത്രം ഉള്ള കാര്യമല്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നുണ്ടല്ലോ. ഈ ബിസിനസ്സുകളൊക്കെ ശരിയാ വാല്യൂസിനോട് ടീച്ചിങ്സിനോട് അലൈൻ ചെയ്തിട്ടാണോ പോകുന്നത് ആരാ നോക്കുന്നത്? വളരെ കുറഞ്ഞ ആളുകളാണ് അത് നോക്കുന്നുള്ളൂ. വളരെ കുറഞ്ഞ ആളുകൾ നോക്കാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് ഈ മേഖലയിൽ നോളജ് ഉള്ള ആളുകൾ കൂടുതൽ വരണം എന്നുള്ളതാണ്. കാരണം ഇബാദാത്ത് മാത്രമല്ല നമുക്കുള്ളത്. നമ്മൾ മരണപ്പെട്ടു പോയാൽ ആദ്യമായിട്ട് നമ്മളോട് ചോദിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് മാല് നമ്മൾ എവിടെയാണ്, എവിടെ നിന്നാണ് നമ്മൾ അത് അച്ചീവ് ചെയ്തത്, നമ്മൾ എവിടേക്കാണ് അത് ചെലവഴിച്ചത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ്, അതിൻ്റെ രീതികൾ പുതിയ കാലത്ത് ഒരുപാട് ബിസിനസ് ട്രാൻസാക്ഷനുകൾ